ഈ വീഡിയോയിൽ മാക്രോ റെക്കോർഡറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എക്സലിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് മാക്രോ റെക്കോർഡർ യൂസ് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്ത് ആ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രോസസ്സും 1 സെക്കൻഡ് കൊണ്ട് 2 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഡെവലപ്പർ മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാക്രോസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് തൊട്ടടുത്തായിട്ട് റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെക്കോർഡാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മിസ്റ്റേക്കുകളൊന്നും വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ മാക്രോ നെയിം കൊടുക്കുക. നമ്മളതിൽ ഫോർമാറ്റാണല്ലോ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ മൈ ഫോർമാറ്റ് എന്ന് കൊടുക്കാം. ഇതിൽ സ്പേസ് ഇടാൻ പാടില്ല, സ്പേസ് ഇട്ടാൽ സേവ് ആകില്ല. ഇനി ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ Ctrl+Shift+F എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താം. ഡാറ്റ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം, ഇതിന് സെൽ ബോർഡർ കൊടുക്കുക. ഓക്കെ, ഇനി ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. കമ്പനി നെയിം സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. മെർജൻ സെൻറ്റർ ചെയ്യാം. ഇനി സെൽ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കമ്പനി നെയിം, ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഹെഡിങ്സ് ബോൾഡ് ആക്കാം. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി സെൽ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ഒരു ഫിൽറ്റർ കൂടി അപ്ലൈ ചെയ്യാം. ഈ സെല്ലുകൾക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചേഞ്ചസും നമുക്ക് ആവശ്യമുള്ള ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോ സ്റ്റോപ്പ് ചെയ്യാം. ഡെവലപ്പർ മെനു എടുക്കുക, സ്റ്റോപ്പ് റെക്കോർഡിങ്. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള ഷീറ്റുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാക്രോ റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഷീറ്റുകളിൽ അപ്ലൈ ചെയ്ത് നോക്കാം. Ctrl+Shift+F ആയിരുന്നു, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചേഞ്ച് വന്നിട്ടുണ്ട്. ഷീറ്റ് 3യിലും ചെയ്ത് നോക്കാം. Ctrl+Shift+F. ഓക്കെ, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് 4ലും ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഈ മാക്രോയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാക്രോ റൺ ചെയ്ത് കഴിഞ്ഞാൽ അൺഡു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഇതിൽ സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് അത് സെലക്ട് ചെയ്തിട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. എന്നാലാണ് ഈ മാക്രോ എനേബിളായിട്ടുള്ള വർക്ക് ബുക്ക് നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക.